എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. അവർക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോ ജസ്ന സലീം അറിയാത്തവരായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഗുരുവായൂർ അമ്പലത്തിൽ അന്യമതസ്ഥർക്ക് കയറാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരാൻ കാരണക്കാരി ഇവരാണ്. തീർന്നിട്ടില്ല. അവിടെ പോയിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്തത് ഇവർ കാരണമാണ്. പിന്നെ കണ്ണന്റെ പടം വരച്ച് ഫേമസ് ആയ ഒരു സ്ത്രീ ജസ്ന സലീം ഇപ്പൊ എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും. ഇവര് ഇപ്പോ വീണ്ടും ഒരു പുതിയൊരു കോൺട്രവേഴ്സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവര് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ രേണു സുധി, കെ ഫാമിലിയിലെ കൃഷ്ണകുമാറിന്റെ മക്കള്, പിന്നെ ജസ്ന സലീം, ഇവർക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺട്രവേഴ്സികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാരണം വ്യൂസും അവരുടെ റീച്ചും ഒന്ന് കുറയുമ്പോൾ അവരെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി കൊണ്ടിടും. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കാത്തതായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതായിരിക്കട്ടെ, എന്തുമാവട്ടെ ജനങ്ങൾ അവരെ കുറിച്ച് ഒന്ന് സംസാരിക്കണം. അത് കുപ്രസിദ്ധിയിലൂടെ ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിലായാലും കുഴപ്പമില്ല. എങ്ങനെയായാലും രേണുവിനെ സംബന്ധിച്ച് നെഗറ്റീവിലൂടെയാണ് അവര് റീച്ച് നേടിയതെന്നുണ്ടെങ്കിൽ ഈ ജസ്ന സലീമും സെയിം അതേ കണക്ക് തന്നെയാണ്. ഇവർക്കും നെഗറ്റീവിലൂടെയാണ് റീച്ച് കിട്ടേണ്ടത്. അവരെ നെഗറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് റീച്ച് കിട്ടണം. അങ്ങനെ ദേ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പായസം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. ഗുരുവായൂർ അമ്പലത്തിൽ ഇവർക്ക് പ്രവേശനമില്ല, ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിട്ടുണ്ട്. ഇവര് ഗുരുവായൂർ അമ്പലത്തിൽ കയറിക്കൂടാ എന്നുള്ളത്, അഹിന്ദുക്കൾക്കും കയറിക്കൂടാ എന്നും ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് ഇവര് കാരണമാണ്. ഇപ്പതേ പായസം ഉണ്ടായിക്കൊണ്ടുവന്നു. കേൾക്കാം അവര് പറയുന്നത് നമുക്കൊന്നും. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണേ വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടില്ല. എത്ര പേര് പോകുമ്പോഴത്തേനും കുഞ്ഞു കുട്ടിയായിട്ട് എന്നാ പിന്നെ കുറെ ടോയ്സും കുറെ കുഞ്ഞുടുപ്പുകളുമായിട്ടൊക്കെ പൊക്കൂടെ നിങ്ങൾക്ക്? പായസം ആക്കിയത് എന്തിനാ? നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ വഴിപാട് കഴിപ്പിക്കും, പിന്നെ കദളിപ്പഴം അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കണ്ണന് സമർപ്പിക്കും. വീട്ടിൽ നിന്ന് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുക, അതും ചെറുപയർ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുക, അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇവര് പറയുന്നു ഇവര് ഭയങ്കര ഭക്തിയാണ് കണ്ണന്റെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണന്റെ ഭയങ്കര ഭക്തിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളായതായിരുന്നു. അന്ന് ഇവര് ഒരു സാധനവും അമ്പലത്തിലേക്ക് കൊണ്ട് ചെല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിലക്കിയതാണ്. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവർ ഈ പായസം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്? എനിക്ക് സത്യം പറയാലോ, ഇവരെ കുറിച്ച് എനിക്ക് നേരത്തെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവരുടെ വീഡിയോകൾ ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അവരെ അങ്ങ് രണ്ട് പറയണമെന്ന് ഇങ്ങനെ അങ്ങ് തോന്നുമായിരുന്നു. പക്ഷെ അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അത് പറയട്ടെ. ഇവരൊരു മുസ്ലിമാണ്, നമ്മൾ ഹിന്ദുക്കളുടെ ദൈവമാണല്ലോ കൃഷ്ണൻ, കണ്ണൻ എന്ന് വിചാരിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കണ്ണനെ ആരാധിച്ചുകൂടാ എന്നല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ ഒരു ദൈവം ഉണ്ടല്ലോ. ആ ഭഗവാനെ അങ്ങ് ആരാധിച്ചാൽ പോരെ? എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഹിന്ദുക്കളെ ഇത്രയും വലിയൊരു അമ്പലത്തിൽ കയറി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ല, അവർക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ണനെ ആരാധിച്ചേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ണനെ കണ്ടൊന്ന് തൊഴുത് എന്തെങ്കിലും വഴിപാടുകളും കഴിപ്പിച്ച് അവർക്ക് പോയാൽ പോരെ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണ്? അവരുടെ വീട്ടിലെയാണോ കൊച്ചാണോ കണ്ണൻ? നീ കുറെ കൂടുതൽ ഇതാക്കണ്ട കേട്ടോ. കണ്ണനെ വെച്ചിട്ട് കണ്ണനിന്റെ മക്കളെ കൂട്ടാണ്, കണ്ണനിന്റെ കുഞ്ഞിനെ കൂട്ടാണ്. നിനക്ക് മക്കളില്ലേ? അവരെ അങ്ങ് നോക്കിയാൽ മതി. നീ കണ്ണനെ ഒന്നും നോക്കണ്ട. നീ കണ്ണന് പായസം ഒന്നും ഉണ്ടായിക്കൊണ്ടോണ്ട. കണ്ണന് പായസം കൊണ്ടു കൊടുക്കാനായിട്ട് അവിടെ തന്ത്രിമാരും അവിടെ ആൾക്കാരും ഒക്കെ ഉണ്ട്. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസി ആയാലും എല്ലാവരും കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ണനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ലത് തന്നെയാണ്. അങ്ങനെ ആരും ഇഷ്ടപ്പെടേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. അത് മനസ്സിൽ നിന്നും വരുന്ന ഒരു ആരാധന കണ്ണനോട് തോന്നണം. അല്ലാതെ ഈ പ്രഹസനമല്ല ചെയ്യേണ്ടത്. നീ ഇപ്പൊ ചെയ്യുന്നത് പ്രഹസനമാണ്. നിനക്ക് വൈറലാവാൻ വേണ്ടി, നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രഹസനം അത് വേണ്ട. നിനക്കുണ്ടല്ലോ ഭഗവാൻ, ആ ഭഗവാനെ അങ്ങ് പിടിച്ചാൽ മതി, അല്ലേ? ഞാൻ ഒരു മതത്തിനും എതിരല്ല കേട്ടോ. എനിക്ക് ഇസ്ലാം മതവും ഇഷ്ടമാണ്, ക്രിസ്ത്യാനിറ്റി ഇഷ്ടമാണ്, ഹിന്ദുയിസം ഇഷ്ടമാണ്. പക്ഷേ ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാണുമ്പോൾ അസേ ഒരു ഹിന്ദുവായ എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ്. ഞാൻ എപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വായിൽ ആദ്യം വരുന്നു ഗുരുവായൂരപ്പ എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. അപ്പൊ അത്രത്തോളം ഞാൻ ആ ഭഗവാനെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഭഗവാന്റെ പേരിൽ ഇങ്ങനെ ഒരാൾ വന്ന് പ്രഹസനം കാണിക്കുന്നു, പായസം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു ഒരു അമ്പലത്തിന്. അല്ല, അതായത് നമ്മുടെ ഇത്രയും പ്രിയപ്പെട്ട ഒരു അമ്പലത്തിന് നിരക്കാത്ത പണികൾ ഇവർ ചെയ്യുമ്പോൾ ദേഷ്യം വരും.
നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ടാവും. അല്ലാതെ ഞാൻ മതത്തെ തിരിച്ചു പറയുവോ അല്ലെങ്കിൽ മറ്റു മതങ്ങൾ ഒന്നും കൊള്ളത്തില്ല ഇതേ ഉള്ളൂ, അതൊന്നും അല്ല. എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്രിസ്ത്യാനിറ്റി ഇഷ്ടമാണ്, മുസ്ലിം അതും എനിക്കിഷ്ടമാണ്. ഞാൻ ഒരു മതത്തിനും എതിരല്ല. എല്ലാ ഭഗവാനും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന. എന്നാലും നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് വേണം. അത് വിട്ടുപിടി. എനിക്ക് കുറച്ച് നാൾ കൊണ്ട് ഇക്കാര്യം ഇവളോട് അല്ലെങ്കിൽ എനിക്കൊന്ന് പറയണം എന്ന് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു. ഇവള് കുറെ കണ്ണനെ വരയ്ക്കുന്നു. വരയ്ക്കുന്ന പിക്ചറല്ല ഒരേ ഫോമിലുള്ളതാ. ഇവർക്ക് വരയ്ക്കാനായിട്ട് എന്തോരം പിക്ചറുകളുണ്ട്. അത് വരയ്ക്ക്. ഈ കണ്ണനെ തന്നെ ഇങ്ങനെ പിടിച്ചേക്കുന്ന എന്തിനാ? പിന്നെ നിന്റെ പറച്ചിലിടാൻ തോന്നുന്നു നിന്റെ യന്ത്രം കൊണ്ട് സ്വന്തമാണ് കണ്ണനെന്ന്. അല്ല, നല്ല രീതിയിൽ മനസ്സർപ്പിച്ച് പൂജ ചെയ്യുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ആരും ഒന്നും പറയത്തില്ല. എല്ലാ ആൾക്കാർക്കും ഏത് ഭഗവാനെ വേണമെങ്കിലും ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഏത് ഭഗവാനെ പൂജിക്കാനും ആരാധന ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും ആരും കൈ കടത്തില്ല. പക്ഷെ ഈ രീതിയിൽ പ്രഹസനം കാണിച്ചു കഴിഞ്ഞാൽ സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. നീ നിന്റെ കുഞ്ഞായിട്ട് കണ്ണനെ കണക്കാക്കണ്ട. നിനക്ക് മക്കളില്ലേ? അവരെ അങ്ങ് കണക്കാക്കിയാൽ മതി. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം, ഇത് എന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. ഞങ്ങളുടെ കറിവില് കണ്ണന് ഇഷ്ടം പാൽപ്പായസമാണ്, അല്ലാതെ ചെറുപയർ പായസം അല്ല. എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കല് വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. ഇപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എന്റെ കണ്ണനും. എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. അപ്പം ഇതാണ് ഇവരിനി കണ്ണനെ കൊണ്ടുപോകുന്നതും ഭയങ്കര മഴയായിട്ട് തിരിച്ചു വരുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറയില്ല, എനിക്ക് എന്ത് ദേഷ്യമാണ് ഇവരോട് തോന്നുന്നറിയോ? ദേഷ്യം. കാരണം വീണ്ടും നമ്മുടെ കണ്ണനെ പറ്റി, അതായത് ഗുരുവായൂരപ്പനെ പറ്റി ഓരോരോ കാര്യങ്ങൾ പ്രഹസനം കാണിക്കുന്നു. ഇങ്ങനൊന്നും ഒരു മനുഷ്യരും ചെയ്യത്തില്ല. ആരും എത്രത്തോളം കണ്ണനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും ഇങ്ങനൊന്നും ഉള്ള ഒരു വീഡിയോ ഒന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനൊന്നും വീട്ടിൽ നിന്ന് പായസം ഉണ്ടാക്കി കൊണ്ടുപോവുക. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നത് ദിവസങ്ങളോളം വ്രതം നിന്ന് നമ്മൾ ആ ഒരു ഭക്തിയോടും ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ്, നമ്മൾ സ്നേഹത്തോടുമാണ് കണ്ണനെ കാണാനായിട്ട് പോകുന്നത്, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. വ്രതം നിന്നിട്ടാണ് നമ്മളൊക്കെ പോകുന്നത്. ഇവളുടെ ഇവിടെ അടുക്കളയിൽ വെച്ചിട്ട്, ഇവരൊരു മുസ്ലിം അല്ലേ, നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരായിരിക്കില്ലേ, അപ്പം ആ ഒരു അടുക്കളയിൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കി കണ്ണന് കൊണ്ടു കൊടുക്കുന്നു. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിയ ഒരു വീഡിയോ ആണിത്. സുഹൃത്തുക്കളെ, രാവിലെ തൊട്ട് ചോരാത്ത മഴയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നല്ല മഴയുടെ ശബ്ദം. രാവിലെ തൊട്ട് ചോരാത്ത മഴയാണ്. ഞങ്ങളൊക്കെ തോരാത്ത മഴയെന്നാ പറയുന്നത്, ചോരാത്ത മഴയാണെന്ന്. നിങ്ങൾ പറഞ്ഞത് ഒട്ടും ക്ലിയർ ആയില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? തോരാത്ത മഴയെന്നല്ലേ? അതിന് ഈ ചോരാത്ത മഴ അത് ഏത് നാട്ടിലെ ലാംഗ്വേജാ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കണ്ണൂരാണോ, കാസർഗോഡാണോ, മലപ്പുറമാണോ, ഏത് രാജ്യത്തെ ഭാഷയായത്? ചോരാത്ത മഴ മലയാളമാണോ? അപ്പൊ ഇവരുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇവരെ വിമർശിക്കുന്നുണ്ട്. ഞാനും മതത്തെ അല്ല വിമർശിക്കുന്നത്, ഇവരെയാണ് വിമർശിക്കുന്നത്. ഈ ജസ്ന സലീമിനെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ ഒരു മതത്തെ അല്ല വിമർശിക്കുന്നത്. കാരണം ഇവരുടെ മതക്കാർക്ക് പോലും ഇവരെ ഇഷ്ടമല്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഇവര് പറയുന്നതും ഇവര് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. അല്ലാതെ ഒരു മതസ്പർദ്ധയെ ഒന്നും ഉണ്ടാക്കുകയല്ല. മതങ്ങളെ ബഹുമാനിക്കുന്നു, വിശ്വസിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീയെ, അതായത് ജസ്ന സലീമിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. അപ്പം ഇവർ ഈ ഇട്ട പായസത്തിന്റെ കഥയുമായിട്ട് വന്ന ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വിമർശനം. അതേ കണക്ക് തന്നെ ഈ വീഡിയോയുടെ അടിയിൽ നല്ല കമന്റുകളൊന്നും അവർക്കില്ല കേട്ടോ. അതൊരു സത്യമായിട്ട് കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇവർക്ക് എഗനിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കുറച്ച് പായസം ഉണ്ടാക്കി കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണൻ അവിടെ നടക്കൽ വെക്കാനേ എന്ന് പറഞ്ഞിട്ട്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. അതേപോലെ 1-2 ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഞാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലെന്ന്. ഞാൻ ഒരിക്കലും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. എനിക്ക് പോവാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും എന്ത് സാധനം കൊണ്ടുപോയാലും, അത് കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും, അത്
എത്ര വിലയുടെ സാധനമാണെങ്കിലും എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ആ പായസം ഉണ്ടാക്കി കൊണ്ടുപോയത് എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിന്റെ സന്തോഷത്തിന് ഞാൻ കണ്ണന് സമർപ്പിച്ചതാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു കാര്യമാണത്. അവിടെ നിങ്ങൾ മതസ്പർദ്ധയല്ല കാണേണ്ടത്. ഞാൻ അവിടെ നടക്കൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത്. അത് വൈകുന്നേരം ആരെങ്കിലും ലേലം ചെയ്ത് മേടിച്ചോണ്ട് പോവുകയേ ചെയ്യുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നിട്ടും ഞാൻ അത് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടേ അതെന്റെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും. ഒരു സാധനവും ശ്രീകോവിലിനകത്തേക്ക് എടുക്കില്ല എന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവിടെ എന്തെങ്കിലും സാധനം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനോടുള്ള സ്നേഹമാണ്, അല്ലാതെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. വെറുതെ ഇത് വളച്ചൊടിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ കൊടുത്തത് എൻ്റെ കണ്ണനാണ്, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവർക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതേ കണക്ക് തന്നെ ഇവർക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസനം കാണിച്ചുകൊണ്ട് പായസം ഉണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോയത്? ഇവർക്ക് അത്രത്തോളം ഭക്തി, അവർ പറയുന്ന ഒരു ഭക്തിയാണ്, ഒരു റിയൽ ഒറിജിനൽ ഭക്തിയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഭക്തി കണ്ണനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടില് ഒരു വിഗ്രഹം വെച്ച് പൂജ ചെയ്യൂ, നിങ്ങൾ പായസം ഉണ്ടാക്കി ഭഗവാന്റെ മുന്നിൽ വെക്കൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ ഉണ്ടാക്കിയതും പോരാ, അമ്പലത്തിൽ പോയതും പോരാ, അതൊരു വീഡിയോ ആയിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും സകലമാന പേരെ അറിയിച്ചു. എന്തിനു വേണ്ടിയിട്ട്? വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു പ്രഹസനം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. പിന്നീട് അവർ പറയുന്നു കാണുന്ന, അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇതിപ്പോ നിങ്ങൾ അമ്പലത്തിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു. നിങ്ങൾ ഒരു മുസ്ലിമാണ്, എന്നിട്ട് നിങ്ങൾ ആ അമ്പലത്തിൽ കയറണ്ടെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് കൂടി തന്നെ നിങ്ങൾ ആ അമ്പലത്തിൽ പോകുന്നു. അത് ഹിന്ദു മതസ്ഥരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ? അപ്പൊ ആരാ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങളോട് അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പോയിരുന്ന പോരെ? നിങ്ങൾ ഈ പായസം ഉണ്ടായിക്കൊണ്ട് എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? അതുകൊണ്ടല്ലേ പ്രശ്നങ്ങളാവുന്നത്. നിങ്ങളല്ലേ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഈ ഒരു ഭഗവാനെ വിശ്വസിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഭഗവാനോട് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ പൂജ ചെയ്യൂ. അല്ല നിങ്ങൾ ഈ ഡ്രാമകളും ഈ ഇങ്ങനെ ഒരു പ്രസനം കാണിക്കേണ്ട കാര്യം എന്താണ്? റീച്ചിന് വേണ്ടി അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീഡിയോയ്ക്കൊന്നും വ്യൂസ് ഇല്ല, ആരും അധികം അന്വേഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് അന്വേഷിക്കട്ടെ, എല്ലാവരും എന്നെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ പായസം ഉണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു. അത് നമ്മുടെ ഇതില് ഭഗവാന്, അതായത് കണ്ണന് ഇഷ്ടം പാൽപ്പായസോ ചെറുപയറു പായസം ഉണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു. ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരുടെ ഇടയിലേക്ക് എത്തി ഈ അമ്പലത്തിലെ ദേവസ്വം ബോർഡ് കമ്മിറ്റി മെമ്പറുടെ അടുത്ത് ഈ വീഡിയോ എത്തിയിട്ട് ഇവര് ആ അമ്പലത്തിലേക്ക് വരാനോ അവർ കൊണ്ടുവരുന്ന ഒരു സാധനം അമ്പലത്തിനുള്ളിലേക്ക് കയറ്റാനോ അനുവദിക്കരുത്. എന്തേ ഞാൻ പറഞ്ഞ ശരിയല്ലേ?